എല്ലാവരും കരുതിയിരിക്കുക. ഇവര് തമ്മിലുള്ള യുദ്ധം കൊണ്ട് നമ്മളെല്ലാവരും കുടുങ്ങിക്കണം. ഈ ഒരു യുദ്ധം കൊണ്ട് നമ്മളെല്ലാവരാണ് സത്യത്തിൽ കുടുങ്ങിയത്. അപ്പം ഗ്യാസ് എല്ലാവരും അല്പം മാത്രം ഉപയോഗിക്കുക. കിട്ടാനില്ല. ഗ്യാസ് കിട്ടാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുടുങ്ങിയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഗ്യാസ് കിട്ടാതെ പെട്ടവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഇതിന്റെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആർക്കറിയോ? അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥമൊക്കെ പോണ ആൾക്കാരുണ്ടാവും, സഹോദരന്മാരൊക്കെ ഉണ്ടാവും, ഇന്നെ പോലത്തെ ആൾക്കാർ. നമ്മളാണ് സത്യത്തിൽ പെട്ടത്. നമ്മൾ കട റൂം അല്ലേ, അന്യ നാട്ടിലേക്കൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ ജോലിക്ക് പോണ ആൾക്കാർ പറ്റ കുടുങ്ങി. ഗ്യാസ് ഇല്ലാതെ എന്ത് പരിപാടി? റൂമിലും ഫുഡിന് പോലും ഗ്യാസ് ഇല്ല. ആ ഒരു കോലത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പെടുന്നത്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥമോ എന്തെങ്കിലും ഒരു തരത്തിൽ പോയ ആൾക്കാരായിരിക്കും പെടുക. അപ്പൊ ഏതായാലും ഗ്യാസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ പെട്ടവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. എല്ലാവരും സൂക്ഷിക്കുക. സൂക്ഷിച്ച് മാത്രം ഗ്യാസ് ഉപയോഗപ്പെടുത്തുക. കിട്ടാനില്ല. വരും ദിവസങ്ങളിൽ എത്തരത്തിലേക്കുള്ള കോലത്തിലേക്കാണ് പോകുക ആർക്കും പ്രവചിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഏതായാലും ഗ്യാസ് അല്പം മാത്രം ഉപയോഗിക്കുക. വ്യത്യസ്തമായ കമന്റുകൾ രേഖപ്പെടുത്തുക. നമ്മൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്ബൈ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.